ഹലോ, സുരയ്യാസ് ആർട്ടിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ലിവിങ് റൂമാണ്. ഒരു ടൂറ് അങ്ങനൊന്നും വിളിക്കാനില്ല. നിങ്ങളോട് എപ്പോഴും യൂട്യൂബിൽ സംസാരിക്കുന്ന റൂം, തുണികളൊക്കെ കട്ട് ചെയ്യുന്ന ടേബിള്, അങ്ങനെയുള്ള നമ്മളുടെ മോഡലിംഗ് ചെയ്യുന്ന നമ്മുടെ ഏരിയ, ലിവിങ് ഏരിയ, അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഓരോ ഓള് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുവരാം. അതിനുശേഷം ഞാൻ എൻ്റെ പെയിൻറ്റിങ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം കേട്ടോ. ആദ്യം ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുവരാം. എൻട്രൻസിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു ടി വിയും അതിൻ്റെ സ്റ്റാൻഡും, പിന്നെ അതിൻ്റെ പുറത്ത് എൻ്റെ കുറച്ച് കലാപരിപാടികൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോം ടു എന്തിലോ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ അത് കോഫി ടേബിളാണോ എന്ന ചോദ്യമുണ്ട്. അല്ല, അത് ശരിക്കും ഇങ്ങനെ പ്ലാന്റ് വെക്കാനുള്ള ഒരു ടേബിൾ തന്നെയാണ്. അതൊരു സെറ്റായിട്ടുള്ളത്. ഒത്തിരി പേര് ഇവിടെ വരുമ്പോൾ ചോദിക്കും എവിടെ നിന്നാണ് വാങ്ങിയത്. സത്യം പറഞ്ഞാൽ എവിടെ നിന്നാണെന്ന് എനിക്കും അറിയില്ല. മോൻ കൊണ്ടുവന്ന ഗിഫ്റ്റാണത് എനിക്ക്, എൻ്റെ ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ട്. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളിത് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. വേസ്റ്റ് പെൻസിൽ വെച്ച് ഞാൻ ഈ കീ ഹോൾഡർ ഉണ്ടാക്കിയത് നമ്മുടെ സുരയ്യാസ് ആർട്ടിസ്റ്റിയിൽ ഉണ്ട്. ഈ ഒരു ചിത്രത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും? അതൊരു ലേഡിയുടെ ഹാഫ് ഫേസ് എന്നാണ് അതിൻ്റെ ഒരു ഇമാജിനേഷൻ. അതായത് ഇത് ലിപ്സ്, ഇത് നോസ്, മൂക്ക്, ഇത് കണ്ണ്, പുരികം, നെറ്റി, ഇങ്ങനെയാണ് നമ്മളത് വിചാരിക്കുന്നത്. ഉണ്ടോ? പിന്നെ ഇതൊക്കെ എന്താണ്, ഓരോരോ കുഞ്ഞു 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 ചിത്രങ്ങൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ്. ഒരു ബീഡിൻ്റെ വർക്ക് അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതും നമ്മുടെ സുരയ്യാസ് ആർട്ടിസ്ട്രിയിൽ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആദ്യം നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് പെയിന്റ് ആണ്. അതിലിപ്പോൾ ഗ്ലാസ് പെയിന്റിന് കൂടെ നമ്മൾ ഗ്ലിറ്ററും കാര്യങ്ങളും ഒക്കെ ചേർത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്, അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഓള് തന്നെയാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു പെയിന്റിംഗ് ആണത്. ഇത് സത്യം പറഞ്ഞ ഒരു സെറ്റ് എംബ്രോയിഡറി ഇത്. എംബ്രോയിഡറി ഞാൻ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ ഒരു സെറ്റാക്കിയിട്ട് ചെറുതും വലുതുമായിട്ട് വച്ചേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു വർക്കാണെങ്കിൽ നമുക്ക് ഫ്രെയിമിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇതും നമ്മൾ യൂട്യൂബിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക്, നമ്മൾ ചെയ്തിട്ട് ഉള്ളതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പോയി കണ്ട് ചെയ്യൂ. നമ്മുടെ വീട്ടിൽ, നമ്മുടെ വോളിൽ നമ്മളുടെ കയ്യൊപ്പ് പതിഞ്ഞാൽ നമ്മൾ ചെയ്ത ചില പീസസ് ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. മുത്തും പവിഴമൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് 3D ഗ്ലാസ് വർക്ക്, വളരെ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. 3 ഗ്ലാസ്സിൽ ചെയ്തിട്ട് ആ 3 ഗ്ലാസ് ബാക്ക് ടു ബാക്ക് വെച്ചേക്കാണ്. അത് അത്രയും എഫേർട്ടും വെയിറ്റും എല്ലാം കൂടുതലാണ് ആ ഒരു നമ്മുടെ ഒരു ഡിസൈനിന്. അതുകൊണ്ട് ബഹുമാനം കൊടുത്തതിന് ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നു. ഇത് സെൽറ്റിക് ആർട്ടെന്ന് പറയും. സത്യം പറഞ്ഞാൽ അതിൽ കുറച്ച് ബീഡും സ്റ്റോണും പെയിൻറ്റും അങ്ങനെ കുറച്ചെല്ലാം കൂടിയുള്ളൊരു മിക്സാണത്. അതിൻ്റെ ഡിസൈനാണ് ആ ഒരു ഇത് പറയുന്നത്, സെൽറ്റിക് വർക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ മ്യൂറലിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്തതാണ്. നോർമലി മ്യൂറൽ പെയിൻറ്റിങ് ഒത്തിരി ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളിങ്ങനെ ഫ്രെയിമിൽ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. വേറെ വർക്കുകൾ ചെയ്തതുണ്ട്, അതൊരു ദിവസം കാണിക്കാം. സ്റ്റോൺസ് വെച്ചിട്ടല്ലേ ഉള്ളൊരു വർക്കാണ്. അതെ, ഇങ്ങനെ അധികം സ്റ്റോൺസ് വെച്ചിട്ട്, ഇങ്ങനെ ഇത്രയും സ്റ്റോൺസ് ഇട്ട് ഒത്തിരി അങ്ങനെ ചെയ്യാറില്ല ആരും. അപ്പോൾ ഇത് ഒരു ഡിഫറൻ്റ് ആയിട്ട്, അതായത് എപ്പോഴും റെഡ് ഫ്ലവറൊക്കെ കാണുന്നതുകൊണ്ട് 2 ബ്ലൂ ഇട്ടിട്ട് ഗ്രീനും ആയിട്ടുള്ള ഒരു മിക്സാണ്. അതിൻ്റെ ഹൈലൈറ്റ് പോർഷൻസ് മാത്രമാണ് നമ്മൾ റെഡ് ആക്കിയിരിക്കുന്നത്. ഇത് ഒത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വർക്കാണ്, മീനാകാരി പെയിൻറ്റിങ്. നിങ്ങളിൽ പലരും പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇത് ഒരു ട്രഡീഷണൽ വർക്കാണ്. കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട്. കാരണം ആ ലൈൻസ് കാണുന്നതെല്ലാം ത്രെഡാണ്. ത്രെഡിനെയാണ് അങ്ങനെ ലൈനായിട്ട് നിങ്ങൾ കാണുന്നത്.
ത്രെഡിനെ ഒരു ഡിസൈൻ ആക്കിയിട്ട് അതെ. അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നു. ഇത് ഒത്തിരി എന്ന് പറഞ്ഞാൽ മാസങ്ങൾ തന്നെ വേണം കേട്ടോ. ഈ ഒരു മീനാകാരി പെയിന്റിംഗ് ഒക്കെ വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അത്ര എളുപ്പമല്ല. എന്നാൽ മീനാകാരി ഒറിജിനൽ അല്ലാത്ത വേർഷൻസിൽ ഇങ്ങനെ സെറാമിക് ഒക്കെ ഇങ്ങനെ ബോൾസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആ ഒറിജിനൽ വേർഷൻ എടുത്ത് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഓയിൽ പെയിൻറ്. ഞാനിത് ഒരു ഹോട്ടലിൽ പോയപ്പോൾ എനിക്ക് ആ പെയിൻറ്റിങ് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോൺ വാങ്ങി അവർ തന്നെ ഒരു ഫോട്ടോ എടുത്തു തന്നു. ആ ഒരൊറ്റ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ഇത് വരച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലിവിങ് റൂമിൻ്റെ ഒരു പോർഷൻ. 2 വോൾ ഇപ്പം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സെറാമിക് റോസ് ഫ്ലവേഴ്സ്. പിന്നെ ഇത് അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇതിലെ വർക്ക് അത് കാണിക്കാം. എൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ, കുഞ്ഞിലെ ഉള്ള മോളും മോനും ചെറുതിൽ. ഇത് ഡെക്കോപേജ് എന്ന് പറയുന്ന ഡെക്കോപേജ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ഡെക്കോപേജ് പോലൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ നിമിഷം കൊണ്ട് ചെയ്യാം. ഇതൊക്കെ മാസങ്ങളെടുത്ത് ഇത്രയും പോളിഷാക്കി ഫോട്ടോ അതിൽ പ്രിൻ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പണ്ടത്തെ രീതിയിലുള്ള ഒരു വർക്ക്. എൻ്റെ മക്കൾ തന്നെയാണ് കുഞ്ഞായിരുന്നപ്പോൾ. പിന്നെ ഈ കസേര ഡെയിലി ഖത്തറിൽ നിന്ന് അന്വേഷിക്കും കസേരയ്ക്ക് സുഖമാണോ എന്ന്. 2 പേരക്കുട്ടികളുടെ കസേരയാണ്. പിന്നെ അതിനകത്തോട്ട് ഞാനിങ്ങനെ ആ ഖുർആനും അതും ഇതൊക്കെ അത്യാവശ്യത്തിന് ഇവിടെ ഇക്കാക്ക് എടുക്കാനുള്ള വിധത്തിൽ എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇത് ഒരു വുഡൻ ഫ്ലവർ വെയ്സാണ്, തടിയാണ് ഇത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൻ്റെ പെയിൻറ്റും പിടിയും ഒക്കെ ഇങ്ങനെ മാറ്റി ഒരു പരീക്ഷണമുണ്ട്. ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. ഇതിൽ വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സും ലീവ്സും എല്ലാം കൊഴിഞ്ഞു പോയിട്ട് ശുഷ്കിച്ചു പോയി. പുഷ്ടിപ്പിക്കാനുള്ളൊരു തീരുമാനമുണ്ട്. ഇത് ഇങ്ങനെ ടീപ്പോയുടെ സെൻറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് പല രൂപത്തിലും ഭാവത്തിലും മാറി വരും ഒറിജിനൽ പ്ലാന്റ് ആയിട്ട്. ഇതിപ്പോൾ ഒറിജിനലാണ് മണി പ്ലാന്റ്. ഇതും എല്ലാം അത് തന്നെ മണി പ്ലാന്റിൻ്റെ. ഇപ്പം ഇത് മണി പ്ലാന്റ്, പോത്തോസ് വൈറ്റ്, സാധാരണ കാണുന്ന ഗ്രീന്, അങ്ങനെയൊക്കെയാണ്. അതിനിടയിൽ ഒരു ബട്ടർഫ്ലൈ ഒളിച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടോ? ഇതും നമ്മൾ യൂട്യൂബിൽ കാണിച്ചിട്ടുണ്ട്. ക്രയോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക്, കുട്ടികൾക്കൊക്കെ സമയമുള്ളപ്പം ചെയ്യിപ്പിക്കൂ. 3 ഫ്രെയിമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പോർ പെയിൻറ്റിങ് അല്ലേ? 3ലും കോമൺ ആയിട്ട് യെല്ലോ കളർ വരുന്നുണ്ട്. അതിങ്ങനെ ഒരു തീമായിട്ട് തന്നെ ചെയ്തത്, ഒരു സെറ്റായിട്ട്. അതെ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റെയർ കയറി പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു കുറച്ച് താഴ്ന്ന് പൊങ്ങി ഒരു ഡിസോർഡറായിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. അത് ഒറിജിനൽ അല്ല. ഇത് ചെറിയൊരു ഹാങ്ങിങ് ലീവ്സ് വൈൻസ് ആയിരുന്നു. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്ത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഈ ഡൈനിങ്ങിൻ്റെ ഏരിയ ഒന്ന് നോക്കി വരാം. ഇവിടെ പാർട്ടീഷൻ ഒരു കർട്ടൻ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ, അതായത് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഒരു മെറൂണും ബ്ലാക്കും അങ്ങനെ 2 ഒരേ ടൈപ്പ് കർട്ടൻ തന്നെ ഫുൾ ലെങ്ത്തിൽ ഇട്ടേക്കാണ്. അതാണ് ചെറിയൊരു പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ വർക്ക് പ്ലേസ്. പിന്നെ ഇത് നമ്മുടെ റോസ്. സ്റ്റിച്ചിങ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ റോസിനെ. ദുമ്മച്ചി, നമ്മുടെ മെഷീൻ ഏത് മോഡലാണ്? 392 അല്ലേ? 392 ആണെങ്കിലേ നമുക്ക് ഇങ്ങനെ ഈ ഒരു മെഷീൻ സ്റ്റാൻഡിൽ പിടിപ്പിക്കാൻ ടേബിളിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് 393. 2 ടേബിൾ ടോപ്പ് ആണ് അല്ലേ? അതെ, 2 മെഷീനാണ് ഞാനിപ്പോൾ മാറി യൂസ് ചെയ്യുന്നത്. എന്നാലും കൂടുതൽ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് കാണിക്കുന്നത് ഇതാണ്. പിന്നെ ഇവിടെയും കുറച്ച് ആർട്ടും കുറച്ച് പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ. ഫസ്റ്റ് ഇത് കോഫി ആർട്ട് അല്ലേ? കോഫി ആർട്ട്. ഇതിന്റെ തന്നെ നമ്മൾ യൂട്യൂബിലേക്ക് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ അതിന്റെ മിനിയേച്ചർ. അതെ, ഇതേ ചിത്രവും തന്നെയാണ് മോളെ. അതെ, ടെക്നിക്സും ട്രിക്സും ഒക്കെ സെയിം തന്നെ. അതെ, വെറും കോഫി പൗഡർ ആണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള കിച്ചണിലുള്ള കോഫി പൗഡർ ചെയ്തു നോക്കൂ.
ഇത് ക്വില്ലിംഗ്. ആ. ഇതിപ്പോ ഒരു അടിപൊളി പെൺകുട്ടിയാണ്. ഇതിന്റെയും നമ്മൾ ക്യുല്ലിംഗ് എന്നാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഒരു ബേസിക് ഒരു ഇത് ഒരു ബേസിക് കൊടുത്തിട്ടുണ്ട്. അതിന്റെയും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് കൊടുക്കാം. അതെ. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ക്ഷമയോടെ കാലാകാലങ്ങളൊക്കെ ഇരുന്ന് ചെയ്തെടുത്തൊരു ഇത് സാധനമാണ്. ഒത്തിരി ഉണ്ട്. കാരണം ഈ പേപ്പർ ചുരുട്ടുന്നതാണല്ലോ ക്യുല്ലിംഗ്. അത്രയും ചുരുട്ടി എടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇത് ഇത് നിപ്പ് പെയിന്റിങ് നല്ല ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോൾ യൂട്യൂബിലേക്ക് നമ്മളിത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ കുറച്ച് ടെറാക്കോട്ട പോട്ട്സ്. അതെ അതെ. അതില് ഈ ഒരു പോട്ട് കാണിക്കുന്നത് നമ്മൾ മഞ്ഞ ടിഷ്യൂ, യെല്ലോ ടിഷ്യൂ പേപ്പറാണ് അതിലുള്ളത്. ടിഷ്യൂ പേപ്പറും ബസ് ഗ്രീൻ എന്ന് പറയുന്ന മെറ്റാലിക് പെയിന്റും. മറ്റേത് ഡീകൂപ്പേഷൻ. ഡെക്കപ്പഷ്. അത് അതിൽ റൈസ് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ യെല്ലോ കളറിലെ നൈലോൺ റിബൺ കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി. ഇത് നല്ല റോസ് ഫ്ലവേഴ്സ് ആണ്, പക്ഷെ ഇത് ഒട്ടിച്ചിടം ശരിയായില്ല. അതെ, അത് രണ്ട് ടൈപ്പിൽ നമ്മൾ കാണിച്ചു. ആദ്യത്തെ ആ ഒരു ഹാർട്ടിന്റെ ഒരു ഷേപ്പിലുള്ളത് ഇഷ്ടമായി, പിന്നെ പോട്ടിൽ ചെയ്തപ്പോൾ ഇഷ്ടമായില്ല. അതിനെ അങ്ങനെ ഒരറ്റത്ത് വീർത്തിരിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് അത്ര ഒരു ഭംഗി അത് ഒരറ്റത്ത് നമ്മളിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി വിട്ടേക്കാണ്. ഇത് സെറാമിക്കിന്റെ പോട്ട് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നത് തന്നെ. ഈ പോട്ടിലൊക്കെ യൂട്യൂബിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ 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 ഐറ്റംസ്. അപ്പോൾ എല്ലാ സാധനങ്ങളും യൂട്യൂബിൽ കാണിച്ചിട്ടുള്ളത് മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാം, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കാണൂ. ഇപ്പോൾ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇൻഡോർ ആയിട്ട് വെച്ചിരിക്കുന്നതിൽ ഇപ്പം മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അതാവുമ്പോൾ അങ്ങനെ അങ്ങ് നിന്നോളും, നമ്മളധികം ശ്രദ്ധിച്ചില്ലേ. അതെ അതെ. ഒത്തിരി പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ചൊന്ന് ഇടയ്ക്കൊരു നാട്ടിൽ നല്ലൊരു ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാം പോയി. പിന്നെ സുരയ്യാസ് ആർട്ടിസ്ട്രി, ഒരു ചെറിയൊരു സ്റ്റാൻഡിൽ ഫോണും അതിന്റെ ഡയറി, ഒരു ചെറിയൊരു ആർട്ടിസ്ട്രിന്ന് എഴുതിയൊരു ഇത്, എൻ്റെ സ്റ്റാമ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതെ. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെയാണ് നമ്മൾ കട്ടിങ്ങും ഈറ്റിങ്ങും ഡൈനിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സഹിക്കുന്ന ടേബിൾ എന്ന് പറയാം വേണമെങ്കിൽ. അപ്പം അതിൻ്റെ ബാക്കിൽ കാണുന്ന ആർട്ടുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് യൂട്യൂബിൽ. ഇത് ഒരു നല്ലൊരു ബാസ്ക്കറ്റാണ്. അതെ അതെ. ഇത് ബാംബുവിൻ്റെത് വൂവൻ ബാസ്ക്കറ്റ് പോലെ ഒരെണ്ണം വാങ്ങിച്ചതാണ്. അപ്പം അതിൽ ഡയറക്റ്റ് ഒന്നും വെക്കാൻ പറ്റൂല, ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ പുറത്ത് ചട്ടി വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മണി പ്ലാന്റ് തന്നെയാണ് അവിടെയും വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആസിഡ് വാഷ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് അല്ലേ? അതെ അതെ. മിററാണ്, മുഖം കാണാം. നമ്മളെ അതിനകത്ത് ആ പൂക്കളുടെ അകത്തുകൂടി കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടും റിസ്ക് ഉള്ള അതെ, റിസ്ക് ഉണ്ട് അതിൽ. കാരണം ആസിഡ് ഒക്കെ ഒഴിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്ലാസ് ആയിട്ട് എടുക്കാറില്ല. പണ്ടെടുത്തിരുന്നു, ഇപ്പൊ തീരെ എടുക്കാറില്ല. ഇതൊരു വലിയ ഓയിൽ പെയിന്റിംഗ് ആണ് കേട്ടോ. നല്ല രസമുള്ള ഒരെണ്ണമാണ്. പക്ഷെ മോളെ, ഈ ഓയിൽ പെയിന്റിന്റെ പിന്നിൽ എൻ്റെ ഒരു കുറച്ചു കാലത്തെ ഒരു വിഷമ കഥകളൊക്കെ ഉണ്ട്. ആ കഥയുടെ സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും ഇതില് ബേർഡ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ചിരിച്ച ആൾക്കാരും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ചിരി, അന്നത്തെ ചിരി ഇല്ല ഇതില്. പക്ഷെ അടിപൊളിയായിട്ട് തന്നെ. അതെ അതെ, നല്ല ചിത്രമാണ്. കാരണം ഒരുപാട് ക്ഷമയോടുകൂടി A4 പേപ്പർ നോക്കിയാണ് ഞാൻ ഇത് വരച്ചിരിക്കുന്നത്. അലൂമിനിയം എംബോസിങ്. ശരിക്കും അലൂമിനിയം ഫോയിൽ അല്ല കേട്ടോ, അലൂമിനിയം ഷീറ്റാണ്. അതിന് ഹാമറും അങ്ങനെയൊക്കെ വേണം. ഒരല്പം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണത്. അതിൽ ഞാൻ ആ ഒരു എന്താ പറയുക, ഒരു പുരാതന ചിത്രം പോലെയുള്ള പെയിൻ്റൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ എംബ്രോയിഡറി ആണ്. അത് ചെയ്ത് അതിൻ്റെ എംബ്രോയിഡറി ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി ലാസ്റ്റ് ചെയ്തത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചു. മറ്റേത് റിബൺ എംബ്രോയിഡറി. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിയും തിരിഞ്ഞും ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും. അതെ. ഇത് ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നേരത്തെ യൂട്യൂബിൽ ചെയ്തായിരുന്നു. അവർക്ക് റിസ്ക് കുറവുള്ളൊരു സംഭവം, എന്നാൽ നല്ല ഇൻട്രസ്റ്റിങ്ങുമാണ്. ഗ്ലാസ് അല്ല ഇത്, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു സാധനം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതും എംബ്രോയിഡറി തന്നെയാണ് ഉമ്മച്ചി ചെയ്തിരിക്കുന്ന ഒരെണ്ണം. സ്റ്റോൺസും ബീഡ്സും സർദോസി അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡൈനിങ് റൂമിലുള്ള ഡെക്കർ ഐറ്റംസ്. പിന്നെ നമ്മുടെ ബാൽക്കണി നേരത്തെ പറഞ്ഞ പോലെ ഒരു കർട്ടൻ ഇട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ മോർണിംഗ് റുട്ടീൻ ചെയ്തപ്പം നമ്മുടെ ബാൽക്കണി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിവിങ് റൂം ഡൈനിങ് റൂം വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ ആൾക്കാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനൂടെ കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. കുറേ റിക്വസ്റ്റുകളുണ്ട്, ഒന്നൊന്നായിട്ട് നമ്മൾ ചെയ്തു വരികയാണ്. അപ്പോൾ ഒരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം.